വയനാട്ടുകാർ പൊതുവെ കാത്തിരിക്കുന്നത് ഈ ആനയെ പിടികൂടി അതിനെ മുത്തങ്ങയിലേക്ക് മാറ്റി എന്നൊരു ശുഭകരമായ വാർത്ത കേൾക്കാനാണ്. ഇന്നെങ്കിലും അവർക്ക് സമാധാനത്തോടെ ഒന്നുറങ്ങാൻ കഴിയണമെന്ന ആഗ്രഹമായിരിക്കും എല്ലാവർക്കും തന്നെ ഉണ്ടാവുക. കാരണം ഇന്നലത്തെ രാവിലത്തെ ആ സംഭവത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് സത്യത്തിൽ ആരും വിട്ടുമാറിയിട്ടില്ല എന്നതാണ്. അജീഷിൻ്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള സമയമാകുന്നു. 3 മണിക്കാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. വല്ലാത്ത സങ്കടത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും. കാരണം അവരുടെയൊക്കെ കൺമുന്നിൽ വെച്ചാണ് ഇങ്ങനെയൊരു മരണം സംഭവിക്കുന്നത്. അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. നാട്ടുകാർക്കൊക്കെ വളരെ സുപരിചിതനായ, എല്ലാവരുമായി വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ ഒരു ദുർഗതി ഉണ്ടായത്. അതിൻ്റെ ഒരു വലിയ വിഷമം നാട്ടുകാർക്ക് ആകെ ഉണ്ട്. അതുകൊണ്ടാണ് അതൊരു വലിയ പ്രതിഷേധത്തിൻ്റെ സ്വരമായി ഇന്നലെ മാറുന്നതും ആ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ വേണ്ടി നാട്ടുകാർ തന്നെ ശബ്ദമുയർത്തുന്നതും ഉപരോധവുമായി രംഗത്തിറങ്ങുന്നതും നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു ഫലം എന്ന വണ്ണം തന്നെയാണ് 10 ലക്ഷം രൂപയെങ്കിലും നാളെ നൽകാമെന്നൊരു ഉറപ്പിലേക്ക് അധികൃതർ വരികയും ചെയ്തത്. നാട്ടുകാരുടെ ആ സമരത്തിൻ്റെ ഒരു ഒറ്റ കാരണം മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് പറയാം. എന്തായാലും അവർക്ക് ആവശ്യമായ, അവർക്ക് വേണ്ട കരുതൽ പിന്തുണയൊക്കെ നൽകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയമാണ് ഒരു വശത്ത് അതാണെങ്കിൽ മറുവശത്ത് ഈ ആനയെ പിടികൂടുക എന്ന ഒരു വലിയ ദൗത്യം വനവകുപ്പിന് മുന്നിലുണ്ട്. അങ്ങനെ ഇപ്പം നേരത്തെ നാട്ടുകാർ തന്നെ പലരും പറഞ്ഞതുപോലെ വനവകുപ്പിൽ വിശ്വാസമില്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞു. വനവകുപ്പ് നമുക്ക് പൂർണ്ണമായിട്ടും അവരെയും കുറ്റം പറയാൻ കഴിയില്ല. അവർക്ക് സാധ്യമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചില വീഴ്ചകൾ സംഭവിക്കാം, അതൊക്കെ സംഭവിക്കാം. അപ്പോൾ പൂർണ്ണമായിട്ടും ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങനെയൊരു ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നവരാണ്. അവരുടെ മനോധൈര്യം ചോർത്തിക്കളയുന്ന ഒരു വിമർശനങ്ങളും സ്വാഭാവികമായും ഈ സമയത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും ആ ദൗത്യ സംഘത്തിന് പിന്തുണ അറിയിക്കുക. അവർ വളരെ വിജയകരമായി തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് അതിനുശേഷം വേണമെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ, അതൊരു തിരുത്തൽ വേണമോ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും തിരുത്തലുകൾ വരുത്തുകയും ആവാം. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രിയപ്പെട്ട ആളുടെ ജീവൻ നഷ്ടമായതുകൊണ്ട് തന്നെ അതിവൈകാരികമായി അവർ പ്രതിഷേധിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ആ ഒരു പ്രതിഷേധത്തെ തണുപ്പിക്കാൻ അവരുടെ ഒരു ആശങ്കയെ ഒരു പരിധി വരെയെങ്കിലും ഒന്ന് മയപ്പെടുത്താൻ ഒക്കെയായി, അല്ലെങ്കിൽ അവർക്ക് അല്പമെങ്കിലും ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ ഒരു തീരുമാനം വരണമെങ്കിൽ അത് ഈ ആനയെ പിടികൂടി മുത്തങ്ങയിലേക്ക് മാറ്റുക എന്നത് തന്നെയാണ് പ്രാഥമികമായി, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അതിനാണിപ്പോൾ വനവകുപ്പും ഇതുമായി ചേർന്ന സംയുക്ത ദൗത്യ സംഘവും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ അരിക്കൊമ്പനെയൊക്കെ കണ്ടതുപോലെ അങ്ങനെ ഉള്ളൊരു ആനയല്ല ഇത്. ഇന്നലെ വളരെ അക്രമകാരിയായ രീതിയിലാണ് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലാകും ഈ കുങ്കിയാനകളെയൊക്കെ കാണുമ്പോഴും, അല്ലെങ്കിൽ ഇതിനെ പിടികൂടാനുള്ള ശ്രമം നടക്കുമ്പോൾ ഈ ആന പ്രതികരിക്കുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയാണ് ഓരോ ചുവടുവയ്പും ദൗത്യസംഘത്തിന് നടത്താൻ കഴിയുക. അത് ഈ ദൗത്യസംഘത്തിലെ എല്ലാവരുടെയും ജീവൻ സുരക്ഷിതമായിരിക്കുക, മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക, അതിനെ വളരെ സേഫായി തന്നെ ഈ ആനയെ മുത്തങ്ങയിലേക്ക് എത്തിക്കുക. അങ്ങനെ ഓരോ ഘട്ടവും അതീവ നിർണായകമാണ്. അത്രയേറെ വെല്ലുവിളി നിറഞ്ഞതും അപകടകരവുമാണ്. അപ്പോൾ അത് സുരക്ഷിതമായി പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതും. കമൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. കമൽ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത് 3:30-ക്ക് ശേഷം മാത്രമേ ഈ അവിടുത്തെ ഒരു കാലാവസ്ഥ ചൂടുമൊക്കെ കണക്കിലെടുത്ത് മയക്കുവെടി വയ്ക്കാനുള്ള സാധ്യതയുള്ളൂ എന്നാണ്. ഏകദേശം സാധാരണ രീതിയിൽ കമലിന് അറിയാമല്ലോ എത്ര ദൂരത്തിൽ ഈ ആനയെ കിട്ടിയാലൊക്കെയാണ് ഏറ്റവും സേഫായിട്ട് മയക്കുവെടി വയ്ക്കാനൊക്കെ കഴിയുക? ദിവീഷ്, ഇപ്പോൾ എനിക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഈ കുങ്കിയാനകൾ ഇപ്പോൾ വനത്തിലേക്ക് പോകുന്നില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ ആനയെ ഉള്ളിലുള്ള വാച്ചർമാരും ട്രാക്കേഴ്സും തന്നെ ഈ ആനയെ കുറച്ച് ദൂരം പുറത്തേക്ക് കൊണ്ടുവരിക, ഒരു 1.5 കിലോമീറ്ററെങ്കിലും റോഡിൻ്റെ ഡയറക്ഷനിൽ കൊണ്ടുവരിക, അതിനുശേഷം ദൗത്യസംഘം പോവുക എന്നതാണ് തീരുമാനം എന്നറിയുന്നു. അങ്ങനെ ഉള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. അത് ഒത്തുവരികയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെയിലിൻ്റെ ചൂട് കുറഞ്ഞതിന് ശേഷം ആനയെ മയക്കുവെടി വെക്കാം എന്നാണ് ദൗത്യസംഘം കരുതുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും അവിടെ നടക്കുകയാണ്. ഈ ട്രാക്കേഴ്സിൻ്റെ ഒരു പരിധിയിൽ തന്നെ ആന ഇപ്പോഴും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എന്തായാലും ശുഭകരമായ ഒരു കാര്യമാണ്. ആന മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചിട്ടില്ല, എന്തായാലും അവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആനയെ കൂടുതൽ ഈ റോഡിന് സമീപത്തേക്ക് എത്തിച്ച ശേഷം മയക്കുവെടി സംഘം ഉൾപ്പെടെ ഉള്ളിലേക്ക് പോവുക എന്ന ഒരു തീരുമാനമാണ് ഇപ്പോഴുള്ളത്. ഈ ഉദ്യോഗസ്ഥർ തന്നെ ഇതിനെ പുറത്തേക്ക് എത്തിക്കാന്ന് പറയാം. എത്ര ദൂരത്തോളം അങ്ങനെ കൊണ്ടുപോകേണ്ടി വരും കമൽ? അതായത് 3-4 കിലോമീറ്റർ ഉണ്ട് റോഡിൽ നിന്ന് എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. അതനുസരിച്ചാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ദൂരമെങ്കിലും ആനയെ എത്തിക്കുക എന്നാണ് നേരത്തെ മുതൽ ദൗത്യസംഘം ആലോചിക്കുന്നത്. ഒരു പകുതി ദൂരത്തേക്കെങ്കിലും ആന വന്നു കഴിഞ്ഞാൽ ബാക്കി ദൂരം കുങ്കിയാനകളെ കൊണ്ട് മയക്കുവെടി വെച്ച ശേഷം കുറച്ച് കൊണ്ടുവരിക, അതിനടുത്തേക്ക് ഈ എലിഫൻ്റ് ആംബുലൻസ് എത്തിക്കുക, അതിനുശേഷം വണ്ടിയിൽ കയറ്റുക എന്നതാകും തീരുമാനം. പക്ഷേ ഇപ്പോഴുള്ളത്രയും ഉള്ളിലേക്ക് വാഹനം എത്തിക്കുക എന്നത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഈ ആനയെ പരമാവധി കുറച്ച് ദൂരം കൂടി, പകുതി ദൂരമെങ്കിലും
ദൂരമെങ്കിലും ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതി ദൂരമെങ്കിലും കൊണ്ടുവന്ന് റോഡിനെ കുറച്ചുകൂടി അടുത്തേക്കാക്കുക എന്നുള്ള ശ്രമമാണ് നടക്കുന്നത്. ശരി, എന്തായാലും നിലവിൽ ഇനി കുങ്കിയാനകളെ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. പകരം വനവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് തന്നെ ആനയെ കുറച്ച് പുറത്തേക്ക് കൊണ്ടുവരിക, ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്ന നിലയിലാണ് ഇപ്പോൾ ദൗത്യസംഘത്തിൻ്റെ പ്ലാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. കമലാണ് ആ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.